ഇതാണ് അവന്മാരുടെ സങ്കേതം. വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. ഇതെന്താ പ്രേതങ്ങളുടെ റണ്ണിംഗ് റേസോ? കൊച്ചലിയ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാ നമ്മൾ ഇതുപോലത്തെ വെക്കേഷന് പോകുന്നത്? അതെ, ഈ രാത്രിയിൽ ഈ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നത് എന്ത് രസമാണെന്നോ. എനിക്ക് രാത്രിയായ പിന്നെ നല്ല പേടിയാ. അത് മാത്രമല്ല, രാത്രിയിൽ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് വലിയ ആപത്താ. ഇങ്ങനത്തെ വിജനമായ സ്ഥലത്തെല്ലാം പ്രേതമുണ്ടാകും. സംശയമുണ്ടോ? പ്രേതവും ഭൂതമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വീണെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. നീ കാർ വേഗം ഓടിക്കേ. ആശാനെ, വല്ല വേഗം വീണതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മോപ്പട്ട്, വേഗം പോയി ഒന്ന് ചെക്ക് ചെയ്യൂ. എന്ത് പറ്റി? എന്താ? അവര് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോവാ. പിടിക്കേ. എടാ, പ്രേതങ്ങൾ ആരെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. മുഴുവൻ സാധനങ്ങളും എടുത്തോണ്ട് പോയി. കൊണ്ടുപോയി പൊയ്ക്കോട്ടെ. നീ ഇങ്ങോട്ട് വാ. കാർ എന്തിനാ നിർത്തിയത്? നമ്മളെ സാധനങ്ങൾ എടുത്തോണ്ട് പോയില്ലേ, അതുകൊണ്ട് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കാം. കൊച്ചലിയ, നീ എന്നെക്കാളും വലിയ കഴുതയാണ്. പ്രേതത്തിനെതിരെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കോ? അങ്ങനെ എഴുതിയാലും പ്രേതത്തിനെ ആരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പ്രേതവും ഭൂതവും ഒന്നും ഉണ്ടാവില്ല. ഉണ്ട്, ആ കാട്ടിലുണ്ട്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അല്ല, നീ ആരാ? തലതിരിഞ്ഞ ബാബ. ആദ്യം താനൊന്ന് ഡിസൈഡ് ചെയ്യ്. തല തിരിഞ്ഞവനാണോ അതോ ബാബയാണോന്ന്? ബാബയായിരുന്നു. ഞാൻ പ്രേതങ്ങളെ പിടിക്കാൻ പോയി. അവരെന്നെ പേടിപ്പിച്ച് തലതിരിഞ്ഞവനാക്കി. ആര്? പ്രേതങ്ങളോ? നീ എന്നെക്കാളും വലിയ മണ്ടനാണല്ലോ. പ്രേതം എങ്ങനെ തലതിരിഞ്ഞവനാകും? നിങ്ങളല്ലേ പ്രേതങ്ങളെ പേടിപ്പിച്ചത്? പ്രേതങ്ങളാണ് എന്നെ പേടിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത്? എന്റെ അമ്മൂ, ഇത്രയും ചോദ്യങ്ങളോ? ഞാൻ തലതിരിഞ്ഞവനായി പോകും. പക്ഷെ നിങ്ങളിപ്പൊ തന്നെ തലതിരിഞ്ഞവനല്ലേ? നിങ്ങൾ എല്ലാവരും വട്ടന്മാരായി പോവും. ഓടിക്കോ ഇവിടുന്ന്. കാട്ടിലെ പ്രേതങ്ങൾ ഭീകരന്മാരാണ്. ഓടിക്കോ. ബാബ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങേർക്ക് വട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രേതങ്ങളാണെങ്കിൽ ജക്ക ഊറ്റി കുടിക്കല്ലേ ഉള്ളൂ. ദേ നോക്ക്, നമ്മുടെ സാധനങ്ങളാ അവര് കൊണ്ടുപോയത്. നീ പറയുന്നത് സത്യമാണ് ബണ്ണി. പ്രേതങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്തും കൊണ്ടുവരാൻ കഴിയും. പ്രേതങ്ങൾക്ക് മോട്ടിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അത് ശരിയാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അവരെ പ്രേതമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിടിക്കപ്പെടാത്തത്. ജോർദാർ പറയുന്നതിലും കാര്യമുണ്ട്. അവരെ നമ്മള് പിടിക്കും, കൃത്യമായ തെളിവുകളോടെ തന്നെ. പക്ഷെ അവരെ പിടിക്കുന്നത് എങ്ങനെ? എന്റെ കയ്യിൽ ഒരു ആശയമുണ്ട്. ഐഡിയ. സംശയമുണ്ടോ? നമുക്കാദ്യം പാണ്ഡ്യയുടെ അടുത്ത് പറയാം. എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നാളെ വൈകുന്നേരം നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യാം. പോപ്പറ്റ്, ഒരുപക്ഷെ അതെല്ലാം ശരിക്കുള്ള പ്രേതങ്ങളാണെങ്കിലും അവകൾ നിന്നെ തലകുത്തനെ പിടിച്ച് ആട്ടും, കിണറ്റിൽ മുക്കി എടുക്കും, ഇരുണ്ട ഗുഹയിൽ പിടിച്ച് അടയ്ക്കും. സംശയമുണ്ടോ? നിനക്ക് പേടിയാവുന്നില്ലേ? ഇല്ല, ഞാനങ്ങ് പറന്നു പോവില്ലേ. സംശയമുണ്ടോ? എടോ, ഒന്നും സംഭവിക്കില്ല. കാർ ഒന്ന് പതുക്കെ ഓട്ടിക്ക്. എന്നാലല്ലേ അവർക്ക് മുകളിൽ ചാടാൻ കഴിയൂ.
നിങ്ങളുടെ ഏരിയയിൽ വന്നിരിക്കല്ലേ, ഞങ്ങളെ സ്വാഗതം ചെയ്യില്ലേ? കണ്ടില്ലേ, പ്രേതങ്ങളാണെങ്കിൽ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നതിനാ. വാ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. രക്ഷപ്പെടരുത്. ഹലോ പാണ്ഡേ സാറേ, GPS ഓൺ ചെയ്തു. സാർ പെട്ടെന്ന് വാ. ഈഷ്, അതാ ആ വശത്ത് നിന്ന് സിഗ്നൽ വരുന്നു. വേഗം വാ. ദേ പോണു അവർ. ഇടിക്കവരെ. ഇതാണ് അവന്മാരുടെ സങ്കേതം. വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. ഇതെന്താ പ്രേതങ്ങളുടെ റണ്ണിംഗ് റേസോ? ബോസേ, ബോസേ, എന്ത് പറ്റിയടാ? ബാബ, ഞങ്ങളുടെ പുറകെ സത്യമായിട്ടുള്ള പ്രേതങ്ങൾ വരുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യില്ലേ പ്രേതങ്ങളെ. എന്തു വേണമെങ്കിലും എടുത്തോ. എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? തലതിരിഞ്ഞ ബാവ, നിങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ വേറെ സഹോദരനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞങ്ങൾ ഡാബയിൽ വെച്ച് കണ്ടുമുട്ടി. അല്ലേ കൊച്ചളിയ? അല്ല, ഈ ശബ്ദം എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? നീയോ? എടാ, ഇവൻ പ്രേതമൊന്നുമല്ല, വട്ടനാ. ഈ നിൽക്കുന്ന മുഴുവൻ ഇവന്റെ ആൾക്കാരാ. മഹാകള്ളനാണ്, സംശയമുണ്ട്. നിന്നെ പിടിച്ചു. ഓക്കെ, ഇനി എന്റെ ഊഴം. ഇപ്പൊ നീ ഓടിക്കോ, ഞാൻ നിന്നെ പിടിക്കാം. ഓക്കേ. എടാ മണ്ട, എന്നോട് സാറ്റ് കളിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇവനെ പിടിക്കാനാ പറഞ്ഞത്. എന്ത് രസമുള്ള കളിയായിരുന്നു. ശരി, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവനെ പിടിക്കാം കേട്ടോ. ഗ്രാൻഡ് തിമിർത്തു, കലക്കി. ഇപ്പോഴെല്ലാം നമ്മുടെ ഹണിയും ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തത് നീ. നന്ദി, ഇവരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തു. നിന്നെ സഹായിക്കാനല്ല, ഞങ്ങളെ സഹായിക്കാനാണ് ഇവർ വന്നത്. സംശയമുണ്ടോ?
ഏ? ഈഷ്, ഇത് തലവേദനയല്ലോ. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? കണ്ടില്ലേ സർ, ഇവന്മാര് പ്രേതങ്ങളല്ല കള്ളന്മാരാ. ഇതിനകത്ത് എന്തുമാത്രം സാധനങ്ങളുണ്ട്. ഈഷ്, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. വണ്ടി നിർത്താതെ തന്നെ എല്ലാ സാധനങ്ങളും ഇവന്മാര് എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? രാത്രി വണ്ടി പോകുമ്പോൾ ഇവന്മാർ മുകളിൽ കയറിയിട്ട് വണ്ടിയിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കിടും. അപ്പൊ ഇവരുടെ മറ്റൊരാൾ അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവരും. ആ വഴി കഴിയുന്നതിന് മുമ്പേ യവന്മാർ ചാടി രക്ഷപ്പെടും. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇതെല്ലാം പ്രേതങ്ങളാണ് ചെയ്യുന്നത്, കാരണം ഇവന്മാർ പ്രേതങ്ങളുടെ ഡ്രസ്സാണ് ഇടുന്നത്. ഈഷ്, നിങ്ങളുടെ പ്ലാൻ നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ ബുദ്ധിയുള്ള പിള്ളേര് നിങ്ങളുടെ ചീട്ട് കീറി. എല്ലാവന്മാരെയും പിടിക്കൂ.